നമ്മളെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി ശീലിക്കണം. എല്ലാരും പരിഗണിച്ച് പെരുമാറും. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ ഭാര്യ ഉണ്ട്, അവിടെ കുട്ടികളുണ്ട്, കുട്ടികളിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പരിഗണിക്കണം. ചില ആളുകൾക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റൊന്നും നോക്കാൻ കഴിയില്ല. നമ്മൾ വീട്ടിൽ 2 വയസ്സായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലായിരിക്കും. കയറി ചെല്ലുമ്പോൾ തന്നെ ഓന്റെ ചിരി കാണാൻ, ഓനൊന്നെടുക്കാൻ, ഓനൊരു ഉമ്മ കൊടുക്കാനോ നമ്മൾ ആഗ്രഹിക്കുക. എന്നാ അതിന്റെ നേരെ മൂത്തൊന്നുണ്ട്, അതിന് 4 വയസ്സായിട്ടുള്ളൂ. ഇതിപ്പോ ചെറുതുള്ളോണ്ട് നമുക്ക് മറ്റേ വലുതാണ്. അതുകൊണ്ട് ഈ ചെറുതിനെ മാത്രം നോക്കും, മറ്റേണ്ട് ഇങ്ങനെ നോക്കണം. കൊച്ചിക്ക് ഇപ്പൊ എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട് പെച്ചിന്ന ആ കുട്ടി വിചാരിക്കുക. നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ ഒരു 2 വയസ്സായ കുട്ടീനെ കിണറിലെറിഞ്ഞോട്ടൊക്കെ ഒന്നെന്ന് പറഞ്ഞ 12 വയസ്സുള്ള കുട്ടിയെ. എന്താ കാരണം? എനിക്ക് സ്നേഹം കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പരിഗണന കിട്ടൂല എന്നുള്ളത് ഭയങ്കര സംഗതിയാണ്. നമുക്ക് ചെറിയ സംഗതിയായിട്ട് അറിയില്ല. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. അതെല്ലാ കുട്ടികളെയും നോക്കണം. ഇവിടെ ഉണ്ടല്ലേ ഒന്ന് നോക്കുക. ചിലപ്പോ ഒരു 10 12 വയസ്സുള്ള മോൻ വേറെ എടുത്തുണ്ട്, അവനെപ്പോഴും മോളോ വാപ്പ വരുമ്പോ ഇറങ്ങി വരുമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ ചോദിക്കണം, റഫീഖ് ഇവിടെ അല്ലേ എന്ന്. അപ്പൊ ഓനും സമാധാനായോ, അപ്പൊ ഇനി ഓർമ്മണ്ട്, എന്നെ മറന്നിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പരിഗണിക്കും. ഒരധ്യാപകനാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും നോക്കണം. ചില ആൾക്കാർ മുന്നിൽ വെഞ്ചുമേ ഇരിക്കണോലെ മാത്രം, അല്ലെ പഠിക്കണോലെ മാത്രം സംബോധന ചെയ്ത് പറയും. ബാക്കിയുള്ള നടന്ന് പെരുങ്കളി. ആ ക്ലാസ് ഒരിക്കലും വിജയിക്കാൻ പോണില്ല. സ്വഹബാക്കൾ പറയണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുക നബി തങ്ങൾ എന്നോടാ സംസാരിക്കണേ, എന്നോടാന്നാ. കാരണം എല്ലാരെയും ശ്രദ്ധിക്കുകയും ചെയ്യും. ചിലപ്പം തീരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓരോ പേരൊക്കെ എടുത്ത് പറഞ്ഞ് ഓനും കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സംബോധന രീതിയാണ് നബി തങ്ങൾ സംസാരിക്കുമ്പോൾ ശീലിച്ചിരുന്നത്. അത് ഈ പരിഗണനയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളെ കടയിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാളെ പരിഗണിക്കണം. അയാളെങ്ങനെ പരിഗണിക്കുക? ആദ്യം അയാൾ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം. എന്നാൽ ആ പുഞ്ചിരി കാരണം മാത്രം 2 മിനിറ്റ് അയാൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ? ആദ്യം വന്നവന് സാധനം എടുത്തു കൊടുക്കാം. 2 മിനിറ്റ് തീരാൻ നേരത്തെ അയാളോട് ചോദിക്കുക, അല്ല എന്തേ വണ്ടിയെന്ന് വെച്ചാൽ. അപ്പൊ അയാള് സാധനങ്ങള് പേര് പറയും. അത് പറഞ്ഞാല് വീണ്ടും ഞമ്മക്ക് 2 മിനിറ്റ് കൊണ്ട് കാക്കാം. മറ്റേ ആൾ തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ വിശേഷമൊന്നുമില്ലല്ലോ, ഒക്കെ റാത്തല്ലേ, ഇന്നലെ കുറച്ചായി ഇപ്പൊ കണ്ടിട്ടില്ലേ, എന്താന്നിട്ട് എന്തെങ്കിലും ഒന്ന് അയാൾക്ക് ചോദിച്ചൊന്ന് എടുത്തു കൊടുത്തതിന് ശേഷം അങ്ങനെ അയാള് എത്ര സമയം വേണമെങ്കിൽ നമ്മൾ എടുത്തു നിൽക്കും. അതേ സമയത്ത് പല കച്ചവടക്കാർക്കും ഇത് പെരുമാറാൻ അറിയില്ല. ആദ്യം ഒന്നോന് കൊടുക്കട്ടെ, മിണ്ടാതെ അടക്കുക എന്നുള്ളത് ഓന്റെ മുഖത്തേക്ക് തന്നെ നോക്കൂല. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഓലെന്ത് ചെയ്യുന്ന അറിയാം. ഈ മാത്രമല്ല അവിടെ കച്ചവടക്കാരനുള്ള വേറെ ഉണ്ട് കാരണം അപ്പുറത്തേക്കാട് പോവും, പിന്നെ ഈ വൈകിട്ട് വരൂല. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ശീലിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നിങ്ങൾ ദീനിന്റെ കാര്യം ഒന്നും ചെറുതായി തള്ളിക്കളയരുത്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നതുപോലും നിസ്സാരമായി നിങ്ങൾ അവഗണിക്കരുത്. അതിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പെരുമാറണം. ഇതേപോലെ തന്നെയാണ് നമ്മളെ മറ്റൊരു സൽസ്വഭാവം, അഭിനന്ദിക്കാൻ ശീലിക്കുക. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ 8A+, 7A+ ഇങ്ങനെയൊക്കെ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ? 8A+ കിട്ടിയവനോട് അതിന്റെ 2 പോയി. അന്നൊക്കെ പഠിപ്പിക്കാൻ കൊടുത്ത ഫീസിന്റെ കണക്കൂട്ടിയാല് അതിന് തെങ്ങും തൈ വെച്ചിനെങ്കിൽ ഇപ്പൊ റമളാൻ മാസത്തില് ഇളഞ്ഞി വെട്ടി കുടിച്ചേന്. ഇതാപ്പൊ നമ്മള് പറയാം, ഈ 8 കിട്ടിയതിന് എന്തെങ്കിലും ഒന്ന് അഭിനന്ദിച്ച് നമ്മള്. 8 കിട്ടിയല്ലോ, 2 പോയുള്ളൂ. 8A+ കിട്ടിയിട്ട് അതിനെപ്പറ്റി യാതൊന്നും പറയാതെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് പറഞ്ഞാൽ ഇനിയോം +1 പരീക്ഷ എഴുതിയാൽ അത് താഴോട്ടല്ലാതെ മോൾക്ക് പോല. അതേ സമയത്ത് ഈ 8 നമ്മൾ അഭിനന്ദിച്ചാൽ എന്ത് ചെയ്യും? ഇനി മേലോട്ട് ഓൻ കയറി പോകും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് അഭിനന്ദിക്കാൻ ശീലിക്കണം. അത് നമ്മളെ സ്വഭാവം. നമ്മൾ കുറ്റം എവിടെ ഉണ്ടോ അത് മാത്രം കാണുക, അതിങ്ങനെ എടുത്തു പറയാം. അത് നമ്മളെ കുട്ടികളൊക്കെ കേടുന്നു പോണത്. കുറ്റം ഇങ്ങനെ പറയാൻ നിൽക്കുക. നിങ്ങൾ രാവിലെ ഒരു കുട്ടിനെ സുബൈക്ക് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ പോയിട്ടുണ്ട് ആ ഡോറിന് ഒരു മുട്ട് പുറത്തു പോയി, ആ അടിയട് കേട്ടാൽ തന്നെ അയലക്കാരടക്കം ഞെട്ടിപ്പോ. എന്നിട്ട് നീച്ചോടുന്നു എന്ന് പറയും. മറ്റേ ആ എന്താ കണ്ണൻ ചറ്റുകൊണ്ട് കരിമ്പാർമല വരുത്തിയ മതിയുള്ള ഒച്ച.
ഇതാട് കേൾക്കുമ്പോൾ ആ ബ്ലാങ്കറ്റിന്റെ ഉള്ളിക്കാട് പോവാ ചെയ്യാൻ. രാവിലെ തന്നെ ഈ ഒരൊറ്റ ശബ്ദം കേൾക്കാൻ ആർക്കും പൂതി ഉണ്ടാവില്ല. ഓൻ പിന്നെ കണ്ണിമ്പിയാടെ കിടക്കും, നീച്ചൂല. അതൊക്കെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ശൈലിയാണ്. അതിന് പകരങ്ങൾ മെല്ലെ ഓന്റെ അങ്ങനെ മുട്ടി മെല്ലെ വാതിൽ മുട്ടിയാൽ, ചില വാതിൽ തുറന്നിട്ടാണ് കാലിനൊന്നും മുട്ടിയിട്ട് അല്ല ബാങ്ക് കേട്ട ഓൻ തന്നെ നീക്കലുണ്ട്. എന്താന്നറിയില്ല, ക്ഷീണിച്ചിട്ടേക്കുന്നു. മോനെ അങ്ങനെ വിളിച്ചു വയ്ക്കാൻ ചാടി നിൽക്കുവാൻ. കാരണം ഓനൊന്ന് പുകയത്തണ രാവിലെ കേൾക്കണവൻ. ഓനെന്നെ ഒറ്റക്ക് നീക്കണ ആളാണെന്നൊക്കെ പറഞ്ഞാല് ഓനൊരു സന്തോഷമാണ്. അല്ലാതെ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആക്കിയാൽ അതിനനുസരിച്ച് ഓർക്ക് വെറുപ്പുണ്ടാവില്ല. നമ്മളെ ശൈലിയിൽ ഒരു മാറ്റം വരുത്തുക, അതാണ് നമ്മൾ അഭിനന്ദിക്കണ രീതി. അതുപോലെ തന്നെ നമ്മളെ ഭാര്യമാര് രാവിലെ ഇറങ്ങും. നോമ്പിനൊക്കെ എത്രയാണ് അവർ ജോലി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ വിഭവങ്ങളൊക്കെ തീന്മേശയിൽ ഇങ്ങനെ ആവണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും ഈ കഴിഞ്ഞ ഇത്രയും നോമ്പ് തുറന്നിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഉഷാറായി എന്ന് പറഞ്ഞു, അത് തിന്നിട്ട് പറഞ്ഞു ഉഷാറായി എന്ന് പറഞ്ഞിട്ട് ഓളങ്ങനെ വലുതാണ്ട എന്ന് വിചാരിച്ച് നമ്മളും ഉണ്ടാതൊക്കെയാണ്. ഓലി അധ്വാനിക്കണേനൊക്കെ പകരം ഓല മനസ്സ് കുളിരും. എന്തോ ഒരു കറി കൂട്ടിയിട്ടതാ, ഇന്നത്തെ വരട്ട് അതൊക്കെ ഉണ്ട് എൻ്റെ അടുത്തില്ലേ, ഇതൊക്കെ പുറത്തെടുക്കാൻ നിൽക്കാണില്ലേ എന്ന് പറഞ്ഞാലേ നാളെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൂ വരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു അഭിനന്ദിക്കുക. നല്ലതിങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യുക, ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട് പോകാൻ ശീലിക്കുക. ഇപ്പൊ റമദാനില് ഡ്രസ്സ് എടുക്കണ സമയമായി, കൊണ്ടോട്ടിയൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലങ്ങും വിലങ്ങും നടക്കാണ്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇടവണ്ണപ്പാർന്ന് എടുത്താൽ റായത്താവില്ല. കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അറവാ. പിന്നെ എടുക്കാന്ന പോവാ, പിന്നെ ഓല് പോണത് കോട്ടക്കൽക്കാ. അങ്ങനെ കോട്ടക്കൽ പോയി ഒരു കുപ്പായക്കെട്ട് പെരുന്നാളിൻ്റെ അന്ന് പള്ളീന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ ആക്കുക. എങ്ങനെ ഉണ്ടടാന്ന് ഞമ്മക്ക് അഭിനന്ദിക്കണ ശീലല്ലല്ലോ. അപ്പൊ ഞമ്മളങ്ങായിമാർ അവനോട് പറഞ്ഞു, ഇത് റോട്ടുമെന്ന് എടുത്താ ആകെ ടെൻഷനായില്ലേ. ഒരാള് സന്തോഷിച്ചോട്ടെ, അയാളൊരു പെരുന്നാള് മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചോട്ടെ, പക്ഷെ അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഓൻ അങ്ങനെ സന്തോഷിക്കണ്ട. അത് നമ്മൾ ഓനെങ്ങനെങ്കിലും വിഷമിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ്. ഒരഭിനന്ദനം കൊടുത്തത് നന്നായി നടക്ക്, നല്ല ചേർച്ചണ്ടത്. ഏതായാലും എന്റെ സെലക്ഷൻ ഉഷാറായിട്ടുണ്ട്, അടുത്തൊല്ലം ഞാൻ എന്റെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓനിന് ആ പെരുന്നാൾ ഭയങ്കര ഗംഭീരായിരിക്കും. ഇതാണ് നമ്മൾ ശീലിപ്പിക്കുക. അങ്ങനത്തെ ആൾക്കാരോട് ആളുകൾ അടുക്കും. നമ്മളിങ്ങനെ വെറുപ്പിക്കണോന്റെ അടുത്തേക്ക് ആള് വരൂല. നമ്മളെ സ്വഭാവം നന്നായി ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യണം, നമ്മൾ പോലെ സന്തോഷിപ്പിക്കണം. അപ്പൊ അങ്ങനത്തേനൊന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. ഓൻ സെലക്ഷൻ ചെയ്താലേ ഉഷാറായി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. അങ്ങനെ നമുക്ക് പറയാം. ചില ആൾക്കാർ വീട് കാണാൻ വേണ്ടി കൊണ്ടുപോകും. ഉസ്താദ് ഒന്ന് വരണം, ഞാൻ ആകെ ഒരു 7 സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടുണ്ടാക്കിയതാണ്, നിങ്ങളൊന്നാടെ ഒന്ന് ദ്വാരം നേരണം. അങ്ങനെ ഉസ്താദിനും കൊണ്ട് പോവാണ്. ഉസ്താദ് ഇങ്ങനെ അവിടെ എത്തിയാട് തന്നെ അല്ലല്ലാ, മുൻഭാഗം ഇങ്ങോട്ടാണോ ആക്കിയത്, ആ കിണർ അവിടുന്ന് പൊക്കിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവെക്കണം, ഈ ജനാല കുത്തി അപ്പുറത്തേക്ക് വെക്കണം. രോഗം വിട്ടു മാറൂല. ഒരു മനുഷ്യനെ രോഗിയാക്കിയാണ്. ഇനി അവിടെ ഒരാൾക്കൊരു ജലദോഷം ഉണ്ടായാൽ മതി. അതെന്തുകൊണ്ട് ആ കിണർ ഇങ്ങോട്ട് പൊക്കി പുറത്തേക്ക് വെക്കാത്തോണ്ട് പ്രശ്നമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ബേജാറാക്കരുത്. നമ്മളൊരു വീട് കാണിക്കാൻ കൊണ്ടുപോയാല് നമ്മളിങ്ങനെ നോക്കുക, 7 സെന്റ് സ്ഥലം നിങ്ങളെ പ്ലാന് അല്ലേ, ഭയങ്കരം തന്നെ കേട്ടോ. അൽഹംദുലില്ലാ. ഇനി ഞാനൊരു പുരണ്ടാക്കുമ്പോ നിങ്ങളോട് പറയുന്നുണ്ട്, അയാൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഖിയാമത്ത് വരെ അവിടെ നല്ല റാഹത്തിൽ ജീവിക്കാൻ കഴിയും. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റരുത്. അതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയാണെങ്കിൽ അയാൾക്ക് പറയാം. പറമ്പ് കാണിച്ച് നമ്മളൊരു പുരണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ കിണറോ ജനാലയോ ഒക്കെ പറഞ്ഞോളി. ഉണ്ടാക്കിയതിന് ശേഷം ഒരാളെ പോയിട്ട് ടെൻഷൻ അടുപ്പിക്കല്ല, അവിടെ അയാളെ അഭിനന്ദിക്കുക. ഇത്രയും ചുരുങ്ങിയ സംഖ്യയിൽ ഈ ചെറിയ സ്ഥലത്ത് ഇങ്ങനത്തെ സൗകര്യമുള്ള ഒരു വീട്, ഇത് സന്തോഷം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ റാഹത്തായിട്ട് കൂടാൻ പറ്റും. അതാണ് നമ്മൾ ശീലാക്കേണ്ട. ഒരാളെയും വിഷമിപ്പിക്കരുത്. വണ്ടിയായിട്ട് നമ്മളെ മുമ്പിൽ വന്നതാ, ഉസ്താദ് അതിന്റെ ചാവി നിങ്ങൾ സ്റ്റാർട്ടാക്കി തരണം. അപ്പൊ ഞാൻ ഏടുന്നാടെ ഒരു പാട്ട വണ്ടി ഇതാ ചോദിക്കാൻ, അങ്ങനല്ല, അയാളൊന്നും അഭിനന്ദിക്കുക. ഇത് വണ്ടി കമ്പനി കുറച്ച് പഴയതാണെങ്കിൽ ഇതിന്റെ എഞ്ചിന് ഭയങ്കരമായിട്ടോ, എന്തെങ്കിലും ഒരു ഗുണം ഒരു സാധനത്തിന് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബോഡി നല്ല ഉറപ്പുള്ള കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അയാൾക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത്, ആളുകളെ സന്തോഷിപ്പിക്കുക. അതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ.